2006 ഡിസംബർ മാസം മഞ്ഞുമൂടിയ കർണാടകയിൽ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തിന് ശേഷം ആദ്യമായെത്തുന്ന ഒരു മഴ പോലെ പ്രണയാതുരമായൊരു സിനിമ റിലീസ് ചെയ്യുന്നു. പേര് മുങ്കാരുമളൈ. ആട്ടവും പാട്ടും കോമഡിയുമൊക്കെയായി തിയേറ്ററുകളെ നയനമനോഹരമാക്കി തുടങ്ങുന്ന ഈ ചിത്രം പിന്നീട് നോവിൻ്റെ ഒരു വേനൽ മഴ പോലെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നു. കന്നഡ സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി മാറിയ ആ ഐതിഹാസിക റൊമാൻറ്റിക് സിനിമ സംവിധാനം ചെയ്തത് യോഗരാജ് ഭട്ട് എന്ന സംവിധായകൻ ആയിരുന്നു. സംവിധായകൻ യോഗരാജ് ഭട്ട് ഗാനരചന നടത്തിയ ടൈറ്റിൽ ഗാനം മുങ്കാരുമലയെ കന്നഡയിലെ ഏറ്റവും ജനപ്രിയ മെലഡികളിൽ ഒന്നായി മാറുകയുണ്ടായി. ഈ കൃഷ്ണപ്പ നിർമ്മിച്ച് ഗണേഷ്, പൂജാ ഗാന്ധി, ആനന്ദ് നാഗ് എന്നിവർ അഭിനയിച്ച ഈ സിനിമയിലെ മനോഹരമായ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച മനോമൂർത്തി എന്ന സംഗീത സംവിധായകനും ഗാനങ്ങൾ ആലപിച്ച ബോളിവുഡ് പിന്നണി ഗായകരായ സോനു നിഗം, കുനാൽ ഗഞ്ചാവാല, ഉദിത് നാരായണൻ എന്നിവരും ഏറെ ജനപ്രീതി നേടുകയുണ്ടായി. ബംഗളൂരുവിൽ വെച്ച് നന്ദിനി എന്ന പെൺകുട്ടിയുമായി ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലാകുന്ന പ്രീതം എന്ന യുവാവ് പിന്നീട് മടിക്കേരിയിൽ വെച്ച് അപ്രതീക്ഷിതമായി അവളെ കണ്ടുമുട്ടുകയും അവളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾക്ക് മറ്റൊരാളുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന പ്രീതം ബംഗളൂരിലേക്ക് തിരികെ പോകുവാൻ ശ്രമിക്കുന്നതും പക്ഷേ വിധി അവനെ തിരിച്ച് മടിക്കേരിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതിലൂടെയുമാണ് കഥ ആരംഭിക്കുന്നത്. യഥാർത്ഥ പ്രണയത്തിന് എല്ലാ പ്രതിബന്ധങ്ങളെയും കീഴടക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രീതം നന്ദിനിയുമായി അഗാധമായി പ്രണയത്തിലാകുന്നു. തുടർന്ന് മൂടൽമഞ്ഞുള്ള കുന്നുകൾക്കും കർണാടകയിലെ മഴയിൽ നനഞ്ഞ സൗന്ദര്യത്തിനുമൊപ്പം പ്രണയത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ഹൃദയഭേദകത്തിൻ്റെയും ഒരു വൈകാരിക യാത്രയിലേക്ക് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നു. ഒരുമിച്ച് മനോഹരമായ ഒരു ജീവിതം സ്വപ്നം കാണുന്നുണ്ടെങ്കിലും കഥയുടെ ഗതി പിന്നീട് കുടുംബ ബന്ധങ്ങളിലൂടെയും വേദനാജനകമായ നിമിഷങ്ങളിലൂടെയും പ്രേക്ഷകരെയും കൊണ്ടുപോകുകയാണ്. പ്രണയം, സൗഹൃദം, കുടുംബ വികാരങ്ങൾ, മറക്കാനാകാത്ത സംഗീതം എന്നിവ മുങ്കാരുമലയിൽ മനോഹരമായി സമന്വയിപ്പിക്കുവാൻ സംവിധായകന് കഴിഞ്ഞു എന്നതാണ് ഈ സിനിമയുടെ വിജയം. പ്രണയമെന്നത് ഒരുമിച്ച് ജീവിക്കുന്നത് മാത്രമല്ല, ത്യാഗം, ബഹുമാനം, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകളെ വിലമതിക്കൽ എന്നിവ കൂടിയാണെന്ന ശക്തമായ ഒരു സന്ദേശം നൽകുന്നതിലൂടെ ഒരു കാലാതീതമായ ക്ലാസിക് സിനിമ അനുഭവം ഒരുക്കുവാൻ മുങ്കാരുമളൈ എന്ന ഈ സിനിമയ്ക്ക് സാധിക്കുകയുണ്ടായി. 2006-2007 വർഷത്തിലെ മികച്ച കന്നഡ ചിത്രത്തിനുള്ള കർണാടക സർക്കാരിൻ്റെ പുരസ്കാരം ഉൾപ്പെടെ 7ഓളം അവാർഡുകളും ഫിലിം ഫെയർ പുരസ്കാരങ്ങളും ഈ ചിത്രത്തിന് ലഭിച്ചു. പ്രണയമെന്നത് ഒരുമിച്ച് ജീവിക്കുന്നത് മാത്രമല്ല, ത്യാഗം, ബഹുമാനം, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകളെ വിലമതിക്കൽ എന്നിവ കൂടിയാണെന്ന ശക്തമായ ഒരു സന്ദേശം നൽകുന്നതിലൂടെ ഒരു കാലാതീതമായ ക്ലാസിക് സിനിമ അനുഭവം ഒരുക്കുവാൻ മുങ്കാരുമലൈ എന്ന ഈ സിനിമയ്ക്ക് സാധിക്കുകയുണ്ടായി. എല്ലാ പ്രണയകഥകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവസാനിക്കുന്നില്ല. എന്നാൽ ഓരോ യഥാർത്ഥ പ്രണയകഥയും ആത്മാവിൽ ഒരു ശാശ്വത മുദ്ര പതിപ്പിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ ചിത്രം കന്നഡ സിനിമയിലെ ഏറ്റവും പ്രതീകാത്മകവും വൈകാരികവുമായ പ്രണയകഥകളിൽ ഒന്നായി എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും.